ഇന്ന് എൻ്റെ സ്റ്റഡി വ്ലോഗ് കാണാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ എന്തൊക്കെ ടിപ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ PSC എക്സാം ക്രാക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേ നമ്മൾ എയിം ചെയ്യേണ്ടത് വെറുതെ ലിസ്റ്റിൽ വരിക എന്നതല്ല, ആദ്യത്തെ 100 റാങ്കിലെങ്കിലും വരിക, ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ തന്നെ വരിക എന്നതാണ് നമ്മൾ ആദ്യം തന്നെ എയിം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ചിലർ പറയാറുണ്ട് നന്നായിട്ട് പഠിച്ചിട്ടും വളരെ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടും വർഷങ്ങളെടുത്ത് പഠിച്ചവരുണ്ടാവാം, അവർക്കൊന്നും ആദ്യം 100ന് ഉള്ളിൽ വരാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? ഭയങ്കരമായിട്ട് പഠിച്ചിട്ടും ആ ഒരൊറ്റ ദിവസത്തെ ടെൻഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ആ എക്സാം കൈവിട്ട് പോയവർ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വലിയൊരു എന്താ പറയുക, മെൻ്റൽ ട്രോമ തന്നെയാണല്ലേ. അങ്ങനെ പഠിത്തം തന്നെ വേണ്ട. ഇനി എൻ്റെ വീഡിയോസിൻ്റെ അടിയിലെല്ലാം ഒരുപാട് കമൻറ്റ്സ് വരുന്ന കാണാം. LGS ഫസ്റ്റ് ഫേസ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ എക്സാം LDC ഒക്കെ കഴിഞ്ഞവർ പറയുന്നുണ്ട് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, PSC ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പഠിത്തം നിർത്തുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ട്, അതോടുകൂടി പഠനം അവസാനിപ്പിച്ചവരുണ്ട്. അപ്പോൾ ഇനി എക്സാം എഴുതുന്നവർ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാകരുത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് പഠിക്കുകയാണല്ലേ ഒരു നല്ലൊരു റാങ്കിലെത്താൻ, നല്ലൊരു ജോലി കിട്ടാൻ, നമ്മുടെ ഫാമിലി നല്ലൊരു നിലയിലേക്ക് ഉയർന്നു വരാൻ നമ്മളെല്ലാവരും അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. അപ്പോൾ എത്ര പഠിച്ചിട്ടും എങ്ങും എത്താതെ ഇനി ആരും അങ്ങനെ പോകരുത്. ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ തന്നെ നമ്മളെത്തണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ടിപ്സൊക്കെ നമ്മുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ. നിങ്ങളെപ്പോലെ ഞാനും അതുപോലെ തന്നെ ചെയ്ത് റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനും കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ആദ്യത്തെ 100ൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം എല്ലാവരും പറയാറുണ്ട് സിലബസ് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ട കാര്യമുണ്ട്. പ്രിൻ്റ് എടുത്ത് വെക്കണം. ഫോണിൽ PDF ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രിൻ്റ് വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മളുടെ കയ്യിൽ നമ്മുടെ സിലബസ്, നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ അതിൻ്റെ സിലബസ്, അതിൻ്റെ പ്രിൻ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മൾ പഠിക്കുന്ന ടേബിളിൽ നമ്മുടെ ഒപ്പം തന്നെ ഈ സിലബസ് നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. പക്ഷേ നമ്മൾ പ്രിൻ്റ് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കുക കേട്ടോ. ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. സിലബസിൽ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് PSC മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. PSC മുന്നേ ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ടോപ്പിക്കിൽ നിന്ന് ഇതിന് മുന്നേ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ മാക്സിമം ആ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടുപിടിച്ച് പഠിക്കുക എന്നതാണ്. എന്നിട്ട് വേണം നമ്മൾ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റാങ്ക് ഫയൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ SCRTയിലെ ഫാക്ടറായിരിക്കും റാങ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ റാങ്ക് ഫയലിൽ SCRTയിലെ ഫാക്ടറും പിന്നെ എക്സ്ട്രാ കുറേ പോയിൻറ്റ്സ് കൂടി ഉണ്ടാകും. അപ്പോൾ SCRT കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക, പിന്നെ SCRT കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ SCRTയിലെ കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ച് എടുക്കുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അങ്ങനെ SCRT ഫാക്ടേഴ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞു, എല്ലാം സെറ്റായി എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം എന്നും നമ്മുടെ തലയിൽ ഇരുന്നോളണം എന്നില്ല. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ വേണം. നല്ല റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതെല്ലാം വെറുതെ ആയിപ്പോവും. സിലബസ് കംപ്ലീറ്റ് ആക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ എത്ര പേര് റിവൈസ് ചെയ്യുന്നുണ്ട്? പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാത്തവർക്കാണ് എക്സാമിൻ്റെ ടൈമിൽ സങ്കടപ്പെടേണ്ടി വരിക, അതായത് നെഗറ്റീവ്സ് വരാം. ഇപ്പോൾ 4 ഓപ്ഷൻസ് കാണുമ്പോൾ ഇത് ഞാൻ പഠിച്ചതാണല്ലോ, അതാണോ ഇതാണോ, ഞാൻ പഠിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ടെൻഷൻ വരാനായിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ റിവിഷൻ ഇല്ല എന്നതാണ്. അപ്പോൾ റിവിഷൻ ചെയ്യാൻ മടിക്കരുത്. പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റും. സിലബസ് 50 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം. അതുകൊണ്ട് കാര്യമുണ്ടോ? കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ റിവൈസ് ചെയ്യുക കൂടി വേണം.
ഉയർന്ന റാങ്കിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രോപ്പർ റിവിഷൻ എന്നത് തന്നെയാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുന്നത് ടൈം കൂടുതൽ വേസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ച് സെറ്റായിട്ടുള്ള ആണെന്ന് വിചാരിച്ച് കരുതുന്ന നമ്മൾ അങ്ങനെ കരുതിയിരിക്കുന്ന പോർഷൻസ് അങ്ങനെ നമ്മൾ കരുതിയിരിക്കുകയാണെങ്കിൽ തന്നെ ആദ്യമേ തന്നെ അവിടെ തന്നെ നമ്മൾ ഫെയിലായി എന്നാണ് പറയുക. നെഗറ്റീവ് ഏറ്റവും കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതിയിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാതെ ഇരിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ പ്രോപ്പർ റിവിഷൻ ഇപ്പോൾ ഉയർന്ന റാങ്കിൽ വന്നിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർ വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളായിരുന്നെങ്കിലും ചിലർ പറയുന്നുണ്ട് ഞാൻ റാങ്ക് ഫയൽ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് റാങ്ക് നേടിയവരുടെ ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യാതെ എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർ പ്രോപ്പറായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് 4 ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ ആൻസർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകുക. ഇന്നിപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇരുന്ന് പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും നാളെ പഠിക്കാൻ തുടങ്ങുന്ന ടൈമിൽ റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഞാനും എൻ്റെ പഠനം വെച്ച് തന്നെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, പ്രോപ്പർ റിവിഷൻ ഇല്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് എന്തായാലും റിവൈസ് ചെയ്യാതെ പുതിയ ടോപ്പിക്ക് പഠിക്കാനായിട്ട് പോകാറില്ല. അത് റിവൈസ് ചെയ്തതിന് ശേഷം പുതിയ ടോപ്പിക്കിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ പറയാം മോക്ക് ടെസ്റ്റുകൾ. ഈ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവിഷനും എല്ലാം കൂടി ആകുമ്പോഴേ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറയും. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും ചെയ്യാമെന്ന് ഉള്ളത്. ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടുക എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇഷ്ടം പോലെ ഫ്രീ ആപ്സ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാം. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ കിട്ടും. ഇപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ സിലബസിലെ ഒരു ടോപ്പിക്ക് അടിച്ച് നോക്കൂ, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എവിടെ കണ്ടാലും ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ കണ്ടാലും നിങ്ങളതൊക്കെ ഒന്ന് ചെയ്തു നോക്കാനായിട്ടുള്ള ടൈം കണ്ടെത്തണം. പഠിക്കുന്നതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ചെയ്യണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കൂ. ഇനി പഠിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ തന്നെ എന്നിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ നെഗറ്റീവ്സ് കുറയുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും. നിങ്ങളെപ്പോലെ ഞാനും ഇതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ഞാൻ പറയാറുള്ള PSC PDF ആപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പെയ്ഡ് കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തോ ഒക്കെ കിട്ടും. എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ.